ഫുൾ എമൗണ്ട് ലോൺ ഫുൾ എമൗണ്ട് ലോൺ അല്ലേ? ഫുൾ എമൗണ്ട് ലോൺ ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ഒരു വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കും. ഇതിന് ഫുൾ ലോൺ ഉണ്ട്. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല. ചെയ്യാം. അപ്പൊ നല്ല ട്രാക്കിന്റെ ചെറിയൊരു പൈസക്ക് ഒരു ചെറുവാഹനം ഇറക്കുന്ന പോലെ ഈ ഒരു ഡീസൽ വേരിയന്റ് വാഹനം നമുക്ക് ഒരു 1 lakh 1.5 ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് 10 ലക്ഷം ബഡ്ജറ്റിന്റെ SUV നോക്കുന്നവർക്ക് ലോ കിലോമീറ്ററിൽ ഒരു ഫീച്ചർ ലോഡർ ആയിട്ട് ഈവൻ പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന ഒരു SUV. നല്ല ട്രാക്കിന് നമുക്ക് ഫുൾ ഓൺ എടുക്കാൻ പറ്റും. ഫുൾ ഓൺ അല്ല, ക്യാഷ് ബാക്ക് കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് മൺസൂണിന്റെ നല്ലൊരു ഓഫർ കളക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ SUV നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകുന്നുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കൂടെ നമുക്കിന്ന് അത്യാവശ്യം എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള SUV പല റേഞ്ചുള്ള വാഹനങ്ങൾ. ബ്ലാക്ക് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബ്ലാക്ക് കളക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിന്റെ SUVs ഒക്കെ നമുക്ക് ഇവിടെ നല്ല കളക്ഷൻസ്, അതും ബ്ലാക്കിലുള്ള നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുക്കാന്റെ അടുത്താണ്. മാനുക്ക, നമ്മള് ഗംഭീര കളക്ഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ മൺസൂണിന്റെ ഓഫർ അല്ലേ? അപ്പൊ നമുക്ക് മൺസൂണൊക്കെ ഒതുക്കി വീണ്ടും വെയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഫുൾ ഓണിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വാഹനങ്ങളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് റയർ വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും പക്ക SUVയിലൊക്കെ നമുക്ക് ഒരു ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള മഹീന്ദ്ര സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് അംഗീകൃത ഓതറൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ വാനിക്കാൻ നമുക്ക് പിന്നെ ഇവിടുത്തെ വാറണ്ടിയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഒരു വർഷം വരെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ആവശ്യപ്പെടുന്ന വാഹനങ്ങൾക്ക്. അപ്പൊ നമുക്ക് പിന്നെ ഈവൻ പുതിയ വാഹനങ്ങളെ പോലെ തന്നെ നമുക്ക് പിന്നെ ഈവൻ ലേബർ കോസ്റ്റ് വരെ നമുക്ക് ആ ഒരു പാക്കേജിൽ ചെയ്യാൻ പറ്റും. അത് പാക്കേജ് ചെയ്യുന്ന വാഹനങ്ങൾ ആദ്യം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. 2 ദിവസം വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട്. കുറഞ്ഞ കിലോമീറ്റർ, ഫുൾ ലോണുകൾ, അങ്ങനെ പ്രീമിയം വെഹിക്കിൾസ്, ബഡ്ജറ്റ് റേഞ്ചിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിഡ്ലൻ ഷോപ്പാണ്. ഏകദേശം 10-25 വർഷമായിട്ട് മാനക നമ്മളിവിടെ ഉണ്ട്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഇത് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ സഞ്ചരിച്ച വെള്ളോമ്പ്രത്ത് എത്താൻ പറ്റും. മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും, മഞ്ചേരി ടൗണിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഒരു ജംഗ്ഷൻ വരും വെള്ളോമ്പ്രം. അവിടെയാണ് മാനുസ് കാർ വേൾഡ് ഹൈവേ ലൈനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഗൂഗിൾ മാപ്പിൽ മാനുസ് കാർ വേൾഡ് അടിച്ചാൽ തീർച്ചയായിട്ടും ലൊക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് ഫസ്റ്റ് തന്നെ മാനൊക്കെ നമുക്ക് താർന്നായിക്കോട്ടെ അല്ലേ? താർന്ന് നമുക്ക് എല്ലാ ജനറേഷൻ ഈവൻ ലേഡീസിനായാലും ജെന്റ്സിനായാലും പ്രായവർക്കും ചെറുപ്പക്കാർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ഒരു ഇമോഷനാണ്. അത് അത്രയും ഒരു ഇതായിട്ടില്ല, പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ. അപ്പൊ നമുക്ക് 2 കളേഴ്സ് ഇവിടെ ഉണ്ട് അല്ലേ? റെഡും ഉണ്ട്, ബ്ലാക്ക് വേണ്ടവർക്ക് ബ്ലാക്കും ഉണ്ട്, റെഡും ഉണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു മാനക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2021 മാനുവൽ ആണ്, 54,000 കിലോമീറ്റർ ഓടിന്റെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. ഓക്കെ, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും ഹാർഡ് ടോപ്പില് മാനുവലില് ഏറ്റവും ടോപ്പ് എൻഡ് അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന വാഹനം അല്ലേ? അതെ. എത്ര മാർക്ക് നമ്മൾ ഇതിന് നമുക്ക് 14,60,000 രൂപയ്ക്ക് ഇത് ഫൈനൽ കൊടുക്കാൻ പറ്റും. 14,60,000 ഒരു സ്പെഷ്യൽ റേറ്റ് നമുക്ക് കൊടുക്കാം. നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി ഒരു 1 lakh 1.5 ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞിട്ട്. അടുത്തൊരു സ്പെഷ്യൽ വാഹനമാണ്. ഞാൻ മാനൊക്കെ പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വാഹനം നമുക്ക് 1-2 ആളുകളുടെ കയ്യിൽ നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറിൽ ഒരു ഷോപ്പ് ഇതിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ പൊതുവെ നമുക്ക് ഇത് എടുത്ത ആളുകൾ പൊതുവെ കൊടുക്കാറില്ല അല്ലെ? അല്ല, അത് എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ, അതായത് ഒരു നമുക്ക് ബഡ്ജറ്റ് പ്രൈസിന് ഇത് മഹീന്ദ്ര ഇമ്പോർട്ട് ചെയ്തൊരു വാഹനമാണ്. ഇതിന്റെ ഗിയർ ബോക്സ് ഒക്കെ ഓൾറെഡി ബെൻസിന്റെ ആണ് വരുന്നത്. പൊതുവെ സർവീസ് കോസ്റ്റ് നമുക്ക് കുറഞ്ഞ ഒരു വാഹനമാണ്. പിന്നെ എന്നാൽ കാണാൻ ഫോർച്യൂണർക്കാളും ഏറെ നല്ല ലുക്കിലും ഭാവത്തിലും ഒക്കെ ഫോർച്യൂണർക്കാരെല്ലാം ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ്, ഹൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് നല്ല കംഫർട്ട് കൂടെ ഉള്ള ഒരു വാഹനമാണ് അല്ലേ? അതെ. എങ്ങനെയാണ് ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 ആണ്, ഓട്ടോമാറ്റിക് ആണ്, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വാഹനം, അതും സിംഗിൾ ഓൺഷിപ്പിലുള്ള ഒരു വാഹനം അല്ലേ? അതെ. ഇത് പിന്നെ നമുക്ക് എത്രയാണ് മാർക്ക് ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 19,60,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ലോൺ ഏകദേശം ലോൺ ഇതിന് ഒരു 2 ലക്ഷം രൂപ അയച്ചിട്ടുള്ള ലോൺ കിട്ടും. എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഏകദേശം ഇതിന് ഫുൾ എമൗണ്ട് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അത് നമുക്ക് പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം കൂടിയാണ് അല്ലേ? അതായത് നമുക്ക് ഇനി ഒരു MG-യിലേക്കാണ് പോകുന്നത്.
MG-യുടെ നമുക്കൊരു കിടിലൻ വാഹനമാണ് ആസ്റ്റർ. നമുക്ക് കഴിഞ്ഞതിൽ ഫുള്ള് എക്ടർ ആയിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് ആസ്റ്റർ ആണ് വന്നിട്ടുള്ളത് അല്ലേ? മാനുക്കായത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 ഇത് വെറും 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തെ നോക്കുമ്പോ നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാലോ. അതെ പുതിയ വാഹനം. അതും നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക ഫീച്ചർ ലോഡർ ആയിട്ടുള്ള എക്ടറിന് ശേഷം ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് വന്നൊരു മോഡലാണ്. കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം നമുക്ക് പക്ക ഫീച്ചർ ലോഡർ ആയിട്ടൊരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നെറ്റിക്കുന്ന പ്രൈസ് 10,35,000 രൂപക്ക് ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ അട്രാക്ഷൻ 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് 10 ലക്ഷം ബഡ്ജറ്റിന്റെ SUV നോക്കുന്നവർക്ക് ലോ കിലോമീറ്ററിൽ ഒരു ഫീച്ചർ ലോഡർ ആയിട്ട് ഈവൻ പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന ഒരു SUV. നല്ല ട്രാക്കിന് നമുക്ക് ഫുൾ ഓൺ എടുക്കാൻ പറ്റും. ഫുൾ ഓൺ അല്ല, ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? ഇത് നമുക്ക് ഇനി ബ്ലാക്ക് ക്രെറ്റ. ബ്ലാക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് മാനുക്ക. ഇത് നമുക്ക് ക്രെറ്റ വരുന്നുണ്ട്, എക്കോസ്പോർട്ട് വരുന്നുണ്ട്, താറ് വരുന്നുണ്ട്, അതുപോലെ നമുക്ക് സെൽട്ടോസ് വരുന്നുണ്ട്. പക്ഷെ ഇതിന് ക്രെറ്റ അതെങ്ങനെയായിരുന്നു മോഡൽ? 2023 നൈറ്റ് എഡിഷൻ ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണല്ലേ? സ്പെഷ്യൽ എഡിഷൻ ആണ്. അതായത് ഡീസൽ ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററൊക്കെ പക്കയല്ലേ? ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ പക്ക കിടുവാണ്. അത് നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന സ്പെഷ്യൽ എഡിഷനിൽ നൈറ്റ് എഡിഷൻ വരുന്ന ക്രെറ്റ. നമുക്ക് എങ്ങനെയായിരുന്നു മാനുക്ക ചോദ്യം? ഇതിന്റെ പ്രൈസ് നമുക്ക് 14,90,000 രൂപ കൊടുക്കാം. 14,90,000 ബെസ്റ്റ് പ്രൈസിനാണ്. ഈ ഒരു എഡിഷൻ അത്യാവശ്യം ഡീസലാണ്. ഡീസലാണ് റേറ്റ് വരുന്നതാണ്. മോഡലൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിന് നമുക്ക് ഉണ്ടാവും. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാനുക്ക ഇതിന് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് ലേഡീസിനായാലും അതേപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അല്ലെ? ഫോർഡ് ഇന്ത്യ വിട്ടു പോയെങ്കിലും വീണ്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര പോയാലും ഈ ഒരു ഫാൻസ് കുറയാത്തൊരു വാഹനം എന്ന് പറയുന്നത് ശരിക്കും എക്കോസ്പോർട്ട് തന്നെയാണ് അല്ലെ? അതിന്റെ ബ്ലാക്ക് ആണ്. നമുക്ക് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുക അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 മോഡൽ 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് സെക്കൻഡ് ഓണർ ആണ്. ഡീസലാണ്. സോ നല്ല മൈലേജ്, കംഫർട്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? അപ്പൊ നമുക്ക് ഈ ഡോർ തുറക്കുമ്പോ ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് നല്ല ഫീൽ ചെയ്യും. അപ്പം ഡീസൽ വാഹനമാണ്, മൈലേജ് കിട്ടുന്ന വാഹനം. മാർക്ക് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 7,90,000 രൂപ. 7,90,000 ബെസ്റ്റ് പ്രൈസിനാണ് കൊണ്ടുപോകാൻ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് ഒരു 7 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ട്രാക്കിന്റെ ചെറിയൊരു പൈസക്ക് ഒരു ചെറുവാഹനം ഇറക്കുന്ന പോലെ ഈ ഒരു ഡീസൽ വേരിയന്റ് വാഹനം നമുക്ക് ഇറക്കാം. സെൽട്ടോസ് ആണ്. അതും ഫുൾ ബ്ലാക്കില് GT എഡിഷന്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. ടർബോ ചാർജിലാണ് ഇതിന്റെ എഞ്ചിന് കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2020 മോഡൽ 59,000 കിലോമീറ്റർ ഒരു സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വാഹനം. അതെ. അപ്പൊ നമുക്ക് ഫുൾ ഹിസ്റ്ററിക്ക് എല്ലാം പക്കല്ല? ഹിസ്റ്ററി അല്ല, നമ്മളെല്ലാ വാഹനങ്ങൾക്കും ഹിസ്റ്ററി കറക്റ്റാ. നമുക്ക് പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും അഷ്യൂർ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. ഈവൻ നമുക്ക് റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ പോലും ഇവിടെ ഇല്ല അല്ലെ? അങ്ങനെ ഒരു ഡീലിംഗ് നടത്തുന്ന പരിപാടി ഇവിടെ മാനസ് കാർ വേൾഡിൽ ഇല്ല. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു? ഇത് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് 11,80,000 രൂപ കൊടുക്കാം. 11,80,000 ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് കൊണ്ടുപോകാം. ലോൺ നമുക്ക് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ഫുൾ എമൗണ്ട് ലോൺ അല്ലേ? അടുത്ത നമുക്ക് ക്രെറ്റയില് അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ആളെ എൻക്വയറി ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്. നമുക്ക് ഇതിന്റെ ബ്ലാക്ക് കൂടെ ഉണ്ട്, അതേപോലെ വൈറ്റും ഉണ്ട്. ഫസ്റ്റ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു KS7 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വൈറ്റ് വാഹനം. എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2016 ആണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 8,70,000 രൂപ കൊടുക്കാം. 8,70,000 അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. അതിൽ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് നമുക്ക് ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. അത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം അല്ലേ? നമുക്ക് ഒരു ആഷ് ബാക്കിന്റെ പ്രൈസിന് കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിന് നമുക്ക് ഒരു ഏകദേശം 75 രൂപ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് നമുക്കൊരു N-Line i20 ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. ചെറിയൊരു വാഹനം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു N-Line എഡിഷനിൽ ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? DST ആണ്. സോ നല്ല പെർഫോമൻസ് കാര്യങ്ങള്, ലേഡീസിനൊക്കെ ഒന്നുകൂടെ കംഫർട്ട്, ഇല്ലുള്ള അസിസ്റ്റന്റ് കാര്യങ്ങള്, ഒരു സ്പോർട്ടി ടൈപ്പിൽ തന്നെ നല്ലൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 N-Line N8 ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഓട്ടോമാറ്റിക് ആണ്. സൺറൂഫ് വിത്ത് സൺറൂഫ് എല്ലാം വരുന്നത്.
പിന്നെ ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണ്. നമുക്ക് ഇല്ലാത്ത വാഹനങ്ങൾ ഇവിടെ എടുക്കാറില്ല. Yes. എങ്ങനെയായിരുന്നു മാനക നമുക്ക് ഇതിന്റെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് നമുക്ക് 9 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 8,90,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 890 ഫൈനൽ കേട്ടോ. ബെസ്റ്റ് പ്രൈസിനാണ്. നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. 9, 10, 10 മുകളിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എൻലൈന് അധികം വരാറുള്ളത്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി നമുക്ക് 890 ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാം. വീണ്ടും നമ്മളൊരു കിഡ്ലം വാഹനമാണ് ഓൾട്രോസ്. നമുക്ക് ടാറ്റന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. നമുക്ക് ഈ ഒരു ഹാച്ച് ബാഗിൽ അത്യാവശ്യം നല്ല ഇളക്കുണ്ടാക്കിയ ഒരു വണ്ടിയാണ്. ഡീസൽ ആണത് പെട്രോൾ ആണോ? പെട്രോൾ. സോ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. ഒരു 15-16 അല്ലേ മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് അടക്കം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2021 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. നമ്മൾ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ നമുക്ക് 6,35,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 6,35,000 ഫൈനൽ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഫുൾ ലോൺ കിട്ടും? ഏറ്റവും ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പിൽ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ. അതൊരു കിളം ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെ, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കിളം വാഹനം നമുക്ക് എംഒക്കില് ഇപ്പോഴും നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ഇല്ല സ്കോർപിയോന്റെ ഈ ഒരു ജനറേഷൻ അന്ന് ഇന്നും ഫാൻസ് കൂടുതലാണ്. എംഒക്കില് 1.5. സോ നല്ല മൈലേജ് ഉണ്ടാവില്ല. നല്ല മൈലേജ് ഉണ്ട്. കൂടുതൽ ആരാധകരുണ്ട്. ഈ വാഹനം ശരിക്കും തെരഞ്ഞെടുത്താൽ കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിഡ്ലം വണ്ടിയാണ്. പക്ക നീറ്റ് ആൻഡ് ക്ലീന്, വെൽ മെയിൻറ്റൈൻഡ് ആണല്ലോ വണ്ടി. അതെ കറക്റ്റ് 82,000 കിലോമീറ്റർ ഓടില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. എല്ലാം ഉള്ള വണ്ടി അല്ലേ. എസ്റ്റേറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെ പിന്നെ വാനിക ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓൺഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 82,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കും? ഇതിന് നമുക്ക് 8,85,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 885 ഫൈനൽ. ഏകദേശം നമുക്ക് എത്ര പേരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് ഏകദേശം 8 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 19 രൂപ വണ്ടി സുഖമായിട്ട്. നമുക്ക് വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്. ഇതും GT ലൈൻ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ബ്ലാക്ക് ആയിരുന്നു, ഇത് നമുക്ക് വൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2020 ആണ്. GT ലൈൻ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. സീറ്റ് വെന്റിലേഷൻ, ടോപ്പ് എൻഡ് സൺറൂഫ്, അതും സീറ്റ് വെന്റിലേഷൻ എല്ലാം വരുന്ന 7DC അതെ 7DC. അത് നമുക്ക് പിന്നെ ഡീസൽ അല്ല വരുന്നത്, പെട്രോൾ. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് 7DC. സോ നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി എഞ്ചിന് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഇത് മോഡൽ 2020. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന വില 12,90,000 രൂപ. 12,90,000 ഏറ്റവും ടോപ്പ് എൻഡ്. നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നമുക്കൊരു US ബ്രാൻഡിലേക്കാണ് പോകുന്നത്. ജീപ്പ് കോമ്പസ് വൈറ്റില് നല്ല കിഡ്ലം ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനം. ഏത് മാനുക ഡീറ്റെയിൽസ്? ഇത് 2019 വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ലിമിറ്റഡ് ജീപ്പ് കോമ്പസ് ഇത്രയും ചെറിയ കിലോമീറ്റർ റയർ ആണ്. ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു പിന്നെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് സെക്കൻഡ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് 12,50,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 12,50,000 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും. ലോ കിലോമീറ്റർ ആണ്. അത് നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ഇല്ല. ഏകദേശം ട്രാക്കിന് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും? ഇത് ഏകദേശം 50,000 രൂപ വെച്ചിട്ട് 12 ലക്ഷം രൂപ ലോണും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നേരത്തെ ആസ്റ്റർ കണ്ടപ്പോ MG ഇല്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ ഇതാവും അല്ലെ. നമുക്കൊരു MGയുടെ ഹെക്ടർ കൂടി ഉണ്ട്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് നല്ല ഫാൻസി നമ്പർ, കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന സിൽവർ ഫിനിഷിംഗ്. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2020 മോഡൽ. ആകെ 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ഡീസലാണ്. ഷാർപ്പാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. പനോരമിക് സൺറൂഫ് ഒക്കെ. ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ട, കൂടുതൽ ഫീച്ചേഴ്സ് ആണല്ലോ ഇതിൽ വരുന്നത്. ഇതിന് ഏറ്റവും ഫീച്ചേഴ്സിന് അറിയാം. ഏറ്റവും ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാണ് ഏറ്റവും നല്ലത്. നമുക്ക് യൂട്യൂബിൽ അത്രയും നമുക്ക് ഇതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സിന്റെ വീഡിയോസിനെ നമുക്ക് കാണാം. സോ നമുക്കിത് പറഞ്ഞ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഏറ്റവും ഫീച്ചറോടായിട്ട് ഏറ്റവും ടോപ്പ് എൻഡ് 5 സീറ്റർ ഡീസലില്, അത് നമുക്ക് ലോ കിലോമീറ്റർ ഇല്ല ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയില്ല MG ഹെക്ടർ ഷാപ്പ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 13,50,000 ഇത് ഫൈനൽ കൊടുക്കാൻ പറ്റും. 13,50,000 ഫുൾ ലോണും ചെയ്യാം. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അടുത്തതാണ് നമുക്ക് വീണ്ടും നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ആണെങ്കിൽ അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ആണ് ബെൻസ്. അത് നമുക്ക് ഒരു സ്പെഷ്യൽ SUV ടൈപ്പ് വാഹനം. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് വരുന്നത്? 2016-17 രജിസ്ട്രേഷൻ. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളില്ല. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. GLC 220. സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര വലിയ വാഹനമാണെങ്കിലും
പ്രീമിയം വെഹിക്കിളിൽ എല്ലാവരും ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ മൈലേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതെ, ഇത് ഇതിന് ആ ഒരു ഏറ്റവും കൂടുതൽ സങ്കടമില്ല. mileage നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോഡലാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത് മാനിക്ക? ഇതിന്റെ ഫൈനലായിട്ട് നമുക്ക് ഒരു 34,25,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാം. ഫൈനൽ ഒരു 35, 36, 37 ആസ്കിംഗ് പ്രൈസ്. പക്ഷേ ഇത് ഒരു ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 2 ലക്ഷം രൂപ വെച്ചിട്ടുള്ള ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത നമുക്ക് ടയോട്ടന്റെ ഒരു കിടിലൻ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മള് ഇലക്ട്രിക് പ്ലസ് നമുക്ക് ഹൈബ്രിഡ് ആണ്, രണ്ടും കൂടി അല്ലേ. പെട്രോളും ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലി ഓടുന്ന നല്ല കംഫർട്ടായിട്ട്, അതായത് ഏറ്റവും സ്ട്രോങ് ഹൈബ്രിഡ്. നമുക്ക് 28 വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയാണ് മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 ഓട്ടോമാറ്റിക് കൂടിയാണ്, ഓട്ടോമാറ്റിക് ആണ്, ഹൈബ്രിഡ് ആണ്, ഫുൾ ഹൈബ്രിഡ് ആണ്. ഫുള്ളി ഹൈബ്രിഡ്, ഏറ്റവും സ്ട്രോങ് ഹൈബ്രിഡ്. 28 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക? 50,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓണർ. അതെ. എത്ര ചോദിക്കും നമ്മളിതിന്? ഇത് നമുക്ക് 20,75,000 രൂപക്ക് 20,75 ഫസ്റ്റ് വണ്ടിക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. സോ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ ട്രാക്കിന് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ വെച്ചാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത് നമുക്ക് മാരുതിന്റെ കിട്ടുന്ന സെഡാനാണ് സിയാസ്, വൈറ്റില്, അതും ഓട്ടോമാറ്റിക് വണ്ടി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2023 വെറും 29,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആൽഫ ഏറ്റവും ടോപ്പിന്റെ മോഡൽ, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, ഓട്ടോമാറ്റിക് കൂടെ. ഓട്ടോമാറ്റിക് ആണ്. സോ നല്ല കംഫർട്ടും അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ് വരുന്നത്. അതെ. എത്ര മാർക്ക് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 9,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 9,80,000. അതെ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ലോൺ എടുക്കാൻ പറ്റും. 10 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും ഞാൻ വീണ്ടും നമുക്കൊരു വെർണ അല്ല, ഇതെങ്ങനെയായിരുന്നു? സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുള്ള ഒരു വാഹനമാണ്. ഇത് 2018 SX ഓപ്ഷനിൽ വരുന്നത്. അതായത് സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ് എല്ലാം വരുന്ന ടോപ്പിന്റെ മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടുപോകും ചെയ്യാലോ മാനിക്ക. നമ്മൾ ചോദിക്കുന്നതിന് 8 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അതിന് ഫുള്ള് ലോണും കൊടുക്കാൻ പറ്റും. 8 ലക്ഷം രൂപ. അതില് നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് ഫുൾ ഓണിൽ ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ. ഇത് നമുക്കൊരു SUV 300 അല്ല, മഹീന്ദ്രന്റെ ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചറോട് ആയിട്ടുള്ള ഒരു കിഡ്ല SUV ആണ്. ടോപ്പിന്റെ മോഡലാണ്. ഇത് 2023 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയ കിലോമീറ്റർ ആണ്, ഡീസൽ ആണ്. നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ഇല്ല. അതെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നീറ്റായിട്ട്. അതായത് ഇത് മഹീന്ദ്ര ന്യൂ ജനറേഷൻ ആണ്. നമ്മളെ പുതിയ വരുന്ന വാനാണ്. അതായത് ലേറ്റസ്റ്റ് ആണ്. സോ നമുക്ക് ഒന്നും പേടിക്കാനില്ല, എല്ലാം പക്കായിട്ടുള്ള വണ്ടിയില്ല. അത്യാവശ്യം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ മോഡൽ. നല്ല മൈലേജും നല്ല ഉപയോഗിക്കാനുള്ള സുഖം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന് നമ്മൾ ചോദിക്കുന്ന വില ഫൈനലായിട്ട് നമുക്ക് 9,80,000 രൂപ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അടുത്താണ് നമുക്ക് നേരത്തെ ഒരു വൈറ്റ് ഫസ്റ്റ് ജനറേഷൻ ക്രെസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി തവണ ഒരു ബ്ലാക്ക് ഇല്ലേ. ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് നല്ലൊരു അടിപൊളി വണ്ടി, അതും കോഴിക്കോട് രജിസ്ട്രേഷനാണ് വരുന്നത്. അതിനകത്ത് മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്. 2017 മോഡലാണ്. 1,20,000 കിലോമീറ്റർ ഒരു കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ബ്ലാക്ക് കളറിലാണ്. SX ഓപ്ഷനിൽ വരുന്ന വാനാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് 8,70,000 രൂപക്ക് 8,60,000 രൂപ കൊടുക്കാൻ പറ്റും. 860 ഒരു സ്പെഷ്യൽ റേറ്റിനും ഉണ്ടോ അല്ല? അതെ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്, ഫസ്റ്റ് ജെന്നാണ്. ഫസ്റ്റ് ജെന്നിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് മാനിക്ക. ഒന്നുകൂടി ബോഡി വെയിറ്റും മൈലേജും കാര്യങ്ങളും കംഫർട്ട് കിട്ടുന്ന വാഹനം. ഏകദേശം നമുക്ക് ലോൺ എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 50,000 രൂപ വെച്ചിട്ട് ബാക്കി ലോൺ ചെയ്യാം. അടുത്ത കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഹോണ്ടയുടെ അമേസ്. പൊതുവെ നമുക്ക് ലോ മെയിൻ്റെനൻസ് ഉള്ള ഇത്ര വാഹനം നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ലിവന്റെ പോലെ തന്നെ നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ് നല്ല മൈലേജ്, ലോങ്ങിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അതിനകത്ത് മാനിക്ക ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീസലാണ്. ഇത് ഏറ്റവും ഒരു ഓഫർ പ്രൈസിന്, ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് 6,50,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ റേറ്റ് ആണ് കേട്ടോ. അതായത് 650 നമുക്ക് ഡീസലാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാനാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ. നമുക്ക് എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? ഇതിന് നമുക്ക് ഒരു 6 ലക്ഷം രൂപ ലോൺ ചെയ്യും. 6 ലക്ഷം ചെറിയൊരു പൈസക്ക് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതെ. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു SUV 500 ആണ്, ഒരു 7 സീറ്റർ. നമ്മൾ മഹീന്ദ്രന്റെ ഒരു കിഡ്ലം വാഹനമാണ്. നമുക്ക് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന കുറെ വാഹനങ്ങളിൽ പെട്ടൊരു കാറ്റഗറി പെട്ട വാഹനമാണ് SUV-യില്. എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് സ്പോർട്ടി ലുക്കിലേക്ക് മാറ്റിയിട്ടുള്ള പ്രീമിയം ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. ഇതെങ്ങനെ നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു? ഇതിന്റെ
ചോദ്യം നമ്മൾ ഫൈനലായിട്ട് ഈ വാഹനം നമുക്ക് ഒരു 8,75,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര രൂപ ചെയ്യാം? ഒരു 8.5 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഇനിയടുത്താണ് നമ്മളെ താറ്. നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ബ്ലാക്ക് മൂന്നാണ് തുടങ്ങിയത്. അപ്പോൾ റെഡും ഇവിടെ നമുക്കുണ്ട്. എങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? ഇത് 2022 രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2020 മോഡലാണ്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 14,80,000 രൂപ കൊടുക്കാൻ പറ്റും. 14,80 അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നമുക്ക് മാനുവൽ വേണ്ടവർക്ക് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വേരിയന്റ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനക്ക്? അതിന് 1 ലക്ഷം രൂപ വെച്ചിട്ട് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കൊരു എലൈറ്റ് i20 അല്ലേ? അതിന്റെ ഫസ്റ്റ് ജെൻ ആണ്. അത് നമുക്ക് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2016 ആണ്. ഡീസലാണ്. ഡീസലാണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ട് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഇത് നമുക്ക് ഒരു ഓഫറായിട്ട് 5,25,000 രൂപക്ക് ഈ ഓഫറായിട്ട് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് ഫുൾ ഓണും ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓണും ചെയ്യാം. 5,20,000 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. വീണ്ടും നമുക്ക് കിള്ളം സിറ്റി വരുന്നുണ്ട്. അത് നമുക്ക് പൊതുവെ നമുക്ക് ഈ പറഞ്ഞ പോലെ അമേസിനെ പോലെ തന്നെ കുറഞ്ഞ മെയിൻ്റെനൻസും അത്യാവശ്യം നല്ല കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് 4th ജനറേഷൻ സിറ്റി. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ അല്ലേ? എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതിന്റെ നമ്മൾ ഫൈനലായിട്ട് ഇത് ഫൈനൽ പ്രൈസ് ഇതിന് പറഞ്ഞ പോലെ ആ ഫൈനൽ 6 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. നമുക്കൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. നമുക്കൊരു കിഡ്ലൻ ടെറാന വരുന്നുണ്ട്. ഇത് 85 അല്ലേ? 85. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും നല്ല കംഫർട്ടും എല്ലാം കിട്ടുന്ന ഒരു കിഡ്ലൻ വാഹനമാണ്. നല്ല ബോഡി വെയിറ്റും എല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യങ്ങളൊക്കെ? 2016 ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,25,000 രൂപ കൊടുക്കാൻ പറ്റും. ഒരു വാഗ്നാറിന്റെ പ്രൈസിന് ഒരു ഡീസലാണ്. പിന്നെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആയിട്ടുള്ള. ഫ്രണ്ട്സ്, നമ്മളിന്ന് മാനുക്കാന്റെ അടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് എന്നും നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും ഇല്ലാതെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസും ഇപ്പോൾ ഈ ഒരു മൺസൂണിന് നല്ല ഓഫേഴ്സും ക്യാഷ് ബാക്കിൽ വരെ നമുക്കിവിടെ വാഹനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളാമ്പ്രത്താണ്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഒത്തിരി വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നല്ല അടിപൊളി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് മാനുക്ക സൈനിങ് ഓഫ്.